ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ. ഇത് ടർക്കി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്, ഡേ 2. അപ്പോൾ ഇത് നേരം വെളിച്ചമാവണമല്ലോ, ഇപ്പോഴും ഇരുട്ടാകണ്ടോ. അപ്പം നമ്മൾ നേരത്തെ തന്നെ എണ്ണീറ്റ് റെഡിയായി നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് എണ്ണീറ്റ് റെഡി ആയിട്ട് അവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട്, റിസോർട്ടിൻ്റെ പറിച്ചൊന്നല്ല കേട്ടോ, നമ്മൾ അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു. എന്ന് വെച്ചാൽ വണ്ടി വരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ വണ്ടി വിളിച്ചാൽ പോയത് കുറച്ച് ദൂരമുണ്ട്, അവിടെ നിന്നൊരു 3.5-4 മണിക്കൂറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ എണ്ണീറ്റത് അതിന് വേണ്ടിയിട്ടാണ്. ഇതേ കണ്ടു, സൺറൈസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്തത്. അപ്പോൾ പോകുന്ന വഴികളൊക്കെ നിങ്ങളെ കാണിക്കുന്നത് ആണ് ടർക്കിയിലെ വഴികൾ കേട്ടോ. അപ്പോൾ പോകുന്ന വഴികളിൽ നമ്മൾ നോക്കിയപ്പോൾ ഇതേ നല്ല മഞ്ഞൊക്കെ ഉണ്ടെന്ന് തോന്നി. നല്ല തണുപ്പായിരിക്കും. നമ്മൾ ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ടെൻഷനായി, അയ്യോ നമ്മളാണെങ്കിൽ റിസോർട്ടിന് പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂടായിരുന്നു. അപ്പോൾ വിചാരിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ല വെതറായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ജാക്കറ്റൊന്നും എടുത്തില്ല. അപ്പോൾ ഇതേ മലയിലേക്ക് നോക്കുമ്പോൾ അവിടെയൊക്കെ മഞ്ഞ് കാണുന്നു. അപ്പോൾ നമ്മളൊക്കെ ടെൻഷനായി, അയ്യോ ഇനിയിപ്പോൾ ഇവിടെ ഫുള്ള് തണുപ്പായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. കണ്ടു, ഇതേ സൺറൈസൊക്കെ, സണ്ണ് അതിൻ്റെ ഇടയിൽ പോയി. അങ്ങനെ ഞങ്ങൾ സൺറൈസൊക്കെ കണ്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇടയിൽ ബ്രേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകാനും കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കാനും ഒക്കെയുള്ള സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും പതുക്കെ നേരൊക്കെ നന്നായി വെളുത്തു. അങ്ങനെ ഞങ്ങൾ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അതാ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടോ. നമ്മൾ ചെല്ലുന്നത് ഒരു എന്താ പറയുക, നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ്. ഇതാണ് കേട്ടോ ടർക്കിയുടെ നാഷണൽ ബേർഡ്, അല്ലെങ്കിൽ എല്ലായിടത്തും ഇതിൻ്റെ പിക്ചറുണ്ട്. നമ്മൾ വിചാരിക്കും മറ്റേ ടർക്കി കോഴിയാണ് ടർക്കിയുടെ നാഷണൽ ബേർഡ്, അല്ലെങ്കിൽ ടർക്കി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഇത് ശരിക്കും നമ്മുടെ ചാത്തൻ കോഴിയാട്ടോ. അങ്ങനെ ചാത്തൻ കോഴീനൊക്കെ കണ്ട് നമ്മളിത് ഹെറാപോളിസിലെത്തി. ഹെറാപോളിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3rd സെഞ്ച്വറി AD ഉണ്ടായിരുന്ന ബിൽഡിങ്സിൻ്റെ റൂയിൻസാണ് അവിടെ ഉള്ളത്. അതായത് ഹെറാപോളിസ് എന്നിട്ടുള്ളൊരു സിറ്റിയാണ് കേട്ടോ അത്. റോമൻ എംപയറിൻ്റെ സമയത്ത് റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലായിരുന്നല്ലോ ടർക്കി. അതായത് ടർക്കിന് അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ എന്നാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിസ്റ്ററിയിലൊക്കെ, അന്ന് പഠിച്ച ഹിസ്റ്ററിയൊക്കെ ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലായിരുന്നു. ഇത് നമ്മുടെ ഗൈഡ് ഇതൊക്കെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞു കേട്ട് അപ്പോൾ നമുക്ക് ഓർമ്മ വന്നു, ഇതൊക്കെയായിരുന്നല്ലേ സംഭവം. അപ്പം ആ റോമൻ എംപയറിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ബിൽഡിങ്സാണ് ഇതൊക്കെ. അപ്പോൾ അതിനെ ഓട്ടോമാൻ എംപയർ റൂൾ ചെയ്യാൻ തുടങ്ങിയപ്പം അവരാണ് പേരൊക്കെ മാറ്റിയതെന്ന് തോന്നുന്നു ഓട്ടോമാൻ എംപയറിൻ്റെ സമയത്ത്. അപ്പോൾ അവരാണ് ഈ കംപ്ലീറ്റ് ബിൽഡിങ്സും റൂയിൻ ചെയ്തു, കംപ്ലീറ്റ് നശിപ്പിച്ചു അവർ. അപ്പോൾ അതിൻ്റെ റൂയിൻസാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. വീണ്ടും ചാത്തൻകോഴി. അങ്ങനെ നമ്മൾ അവിടുത്തെ ഹെറാപോളിസ് സിറ്റി മുഴുവൻ നടന്ന് കാണുമായിരുന്നു. ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുറേയൊന്നും നടന്നില്ല, കുറച്ചൊക്കെ മലയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മെയിൻ സംഗതിയിലേക്ക് പോകാനുള്ള തിടുക്കമായിരുന്നു നമുക്ക്. എന്നുവെച്ചാൽ നമ്മളെല്ലാവരും കാത്തിരുന്നത് നമ്മൾ ദൂരം സഞ്ചരിച്ച് വന്നതൊക്കെ അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് എപ്പോൾ എത്തും നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഗൈഡ് കൊണ്ടുപോയത് ഈ വക സംഭവങ്ങളൊക്കെ കാണാനാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ അട്രാക്ഷനിലേക്ക് കൊണ്ടുപോയത്. ഇതാവുമായിരുന്നു നമ്മുടെ മെയിൻ അട്രാക്ഷൻ, പമ്മിക്കല്ലേ. അപ്പോൾ ഇത് കാണാനാണ് നമ്മൾ മെയിൻലി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നേരം കളിച്ചാൽ പിന്നിട്ട് റെഡിയായി വന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വപ്നം സാക്ഷാത്കാരമായി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു മൊമെൻ്റായിരുന്നു എനിക്ക്. അതായത് ഞാൻ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഈ പമ്മിക്കല്ലിലേക്ക് ഒരു പ്രാവശ്യങ്ങളിൽ പോകണം എന്നൊക്കെ. നമ്മൾ കുറേ സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ സ്ഥലം. അപ്പോൾ നമുക്ക് ഇതെവിടെയാണ് എന്താണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെയാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞതും ഇതിൻ്റെ പിക്ചേഴ്സും അതിൻ്റെ കൂടുതൽ വീഡിയോസും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും ഒക്കെ വായിച്ചും കേട്ടും അറിഞ്ഞപ്പം ഭയങ്കര തിടുക്കമായി ഇത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടിയപ്പം എന്തായാലും പമ്മിക്കല്ല് വിസിറ്റ് ചെയ്യണമെന്നായി. അങ്ങനെ നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നത് ഇതിന് വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ നമ്മൾ വന്ന സമയത്ത് നല്ല മഴ. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ജാക്കറ്റില്ല, ഒന്നുമില്ല. ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ള ഗൈഡ് എല്ലാവരെയും ഞങ്ങളെ കയറ്റി വിട്ടു. അപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞു അവിടെ ഇറങ്ങാൻ പറ്റില്ല, മഴയത്ത് ഇറങ്ങാൻ പറ്റില്ല, എന്ന് വെച്ചാൽ സ്ലിപ്പറി ആവും ഇത്രയും മഴയത്ത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ തട്ടായിട്ടാണ്, അതായത് ഇങ്ങനെ മലയിൽ ഇങ്ങനെ തട്ടായിട്ട് താഴേക്കാണ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത്. അപ്പം മഴയൊക്കെ പെയ്യുമ്പം ഈ വെള്ളം ഒഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കാല് സ്ലിപ്പറി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നിലയിൽ നിന്ന് തെന്നി താഴെ പോകില്ലേ. അത് കാരണം കൊണ്ട് അവിടെ ഗൈഡ് എല്ലാവരെയും കയറ്റി വിട്ടു. അപ്പോൾ നമുക്ക് അത്രയധികം നേരം അവിടെ നിൽക്കാനായിട്ടോ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ടോ പറ്റിയില്ല.
അപ്പോൾ അതൊരു വലിയ വിഷമമായി. ഞങ്ങളിത് കഷ്ടപ്പെട്ട് നടന്നു പോകുന്നതുകൊണ്ടോ നമ്മൾ വിചാരിക്കും കോട്ടൺ ക്യാസിൽ അല്ലെങ്കിൽ നമുക്കല്ലേ തന്നെ കോട്ടൺ ക്യാസിൽ എന്നാണല്ലോ പറയുന്നത്. അത് കാണുന്ന പോലെ തന്നെ ഭയങ്കര സുഖമാണ് നടക്കുന്നത്, പഞ്ഞിയുടെ മേലിൽ നടക്കുന്ന പോലെയാണ്. പക്ഷെ അങ്ങനെയേ അല്ല, ഭയങ്കര വേദന എടുക്കും കാല്. എന്ന് വെച്ചാൽ കാൽഷ്യം കാർബണേറ്റിൻ്റെ ഡെപ്പോസിഷനാണ് കേട്ടോ ഇത്. അപ്പം ഈ കാൽഷ്യം ഇങ്ങനെ ഡെപ്പോസിറ്റ് ആകുമ്പം ഈ ഉപ്പിൻ്റെ ഈ തരികളിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് കാല് വേദന എടുക്കൂലേ, കല്ലുപ്പിൻ്റെ മേളിൽ കൂടെ, അതുപോലെയാണ് കേട്ടോ അവിടെ നല്ല വേദന എടുക്കും കാലിൻ്റെ അടിയിൽ. അപ്പോൾ അവിടെയാണ് ഈ ചെരുപ്പൊന്നും ഇടാൻ സമ്മതിക്കില്ല. എന്ന് വെച്ചാൽ അതൊക്കെ വൈറ്റ് കളറിലിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചെരുപ്പിൻ്റെ അടിയിലൊക്കെ ചെളിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ ചെരുപ്പൊന്നും ഇടാൻ സമ്മതിക്കില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് വാട്ടർ സ്ലിപ്പേഴ്സ് ഇടാം, വാട്ടർ ഷൂസൊക്കെ ഇടാൻ പറ്റും. അതും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അധികം അങ്ങനെ നടക്കാൻ പറ്റില്ല. കുറേ ആൾക്കാർ വാട്ടർ ഷൂസൊക്കെ ഇട്ടിട്ട് ഒരുപാട് ദൂരേക്കൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കതൊക്കെ കണ്ട് കൊതിച്ച് നിൽക്കാനേ പറ്റുള്ളൂ. നമുക്ക് അത്രയും ദൂരം നടക്കാനും പറ്റുന്നില്ലായിരുന്നു, ഭയങ്കര കാലുവേദന എടുക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറേയൊക്കെ നടന്നു, എന്നിട്ട് കുറച്ചൊക്കെ പിക്ചേഴ്സൊക്കെ എടുത്തു, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടുത്തെ ഭംഗിയിൽ കൂടുതൽ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. നമുക്ക് വേണമെങ്കിൽ ആ വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നല്ല റിജുവിനേറ്റിംഗ് ആണ്. അതൊരു മെഡിസിനലും കൂടെയാണ്. എന്താ വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ വെള്ളത്തിൽ തെർമൽ പൂൾസ് ആണല്ലോ, അത് നല്ല ചൂടാണ് കേട്ടോ അവിടെ. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ നടക്കുമ്പോൾ നല്ല സുഖമാണ്. എന്താ വെച്ചാൽ നല്ല ചൂടിൽ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. എനിക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, വീഡിയോയിൽ എന്തുമാത്രം ക്ലിയർ ആണെന്നും എനിക്കറിയില്ല. നല്ല പുക പോകുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതിൻ്റെ ചൂട് കാരണം കൊണ്ടാണ് കേട്ടോ. എല്ലായിടത്തും എന്തേ കണ്ടോ പുക പോകുന്നുണ്ട്, അകലേന്നൊക്കെ നോക്കിയാൽ അറിയാം പുക പോകുന്നുണ്ട്. അപ്പം നല്ല ചൂടാണ് കേട്ടോ അവിടെ. കണ്ട ഒരു മനുഷ്യൻ എന്തോരം കഷ്ടപ്പെട്ടാൽ നടക്കുന്നത്. അപ്പോൾ അതിലും കഷ്ടപ്പാടായിരുന്നു ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അത്ര പാടാണ് കേട്ടോ, നല്ല വേദന എടുക്കും കാലൊക്കെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കാലിൻ്റെ അടിയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ചിലവരുടെയൊക്കെ കാലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ കല്ലുപ്പിൻ്റെ മേളിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല, വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ല, കാല് പൊട്ടുന്നതും കാല് ഇതാവുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല. അത് മാത്രമല്ല ഇത്രയും ഭംഗിയുള്ള സ്ഥലമല്ലേ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നീങ്ങി പോകും, കുറച്ചും കൂടി അങ്ങോട്ട് പോകും, കുറച്ചും കൂടി അങ്ങോട്ട് പോകുന്നിട്ട് ഇങ്ങനെ നീങ്ങി പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി കുറേ സ്ഥലത്ത് പോയി ഫോട്ടോ എടുത്തു. പക്ഷേ നമുക്ക് ടൈം റെസ്ട്രിക്ഷൻ ഉള്ള കാരണം കൊണ്ട് നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. കുറേ നേരം മഴ കൊണ്ടുപോയി. അത് കാരണം കൊണ്ട് നമുക്ക് അധികം നേരം അവിടെ ആസ്വദിക്കാനുള്ള സമയം കിട്ടിയില്ല. അതാണ് ഏറ്റവും ഒരു നഷ്ടം നമുക്ക് സംഭവിച്ചത്. നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ മഴയും വെയിലും ഒക്കെ ഒന്ന് നോക്കി, നമ്മൾ വെതറൊക്കെ നോക്കി ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. മാത്രമല്ല ഞങ്ങൾ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ഗൈഡിനെ വിളിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ അവരുടെ വണ്ടിയിൽ അവർ കൊണ്ടുവരികയാണ്. ഓരോരു പെർട്ടിക്കുലർ ടൈം വെച്ചിട്ടുണ്ട്, ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും എല്ലാം ഒരു പെർട്ടിക്കുലർ സമയം വെച്ചിട്ടുണ്ട്. അപ്പം അല്ലാണ്ട് നമ്മളുടെ ഇഷ്ടത്തിന് കുറച്ചും കൂടി നേരം നിൽക്കാനോ അല്ലെങ്കിൽ കൂടുതൽ സമയം ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാനോ ഒരു സമ്മതിക്കില്ല. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടെ കുറച്ചും കൂടി ഫോട്ടോസും കുറച്ചും കൂടി നേരം അവിടെ നിൽക്കാനും കുറച്ചും കൂടി എന്താ പറയുക അതിൽ കൂടി നടക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കുറച്ച് സമയമേ കിട്ടിയുള്ളൂ. ഒരു 2 മണിക്കൂർ, എനിക്ക് തോന്നുന്നു 2-2.5 മണിക്കൂറേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ മൊത്തത്തിലവിടെ. അപ്പോൾ ആ ഒരു സമയം ഞങ്ങൾക്ക് അവിടെ, അപ്പോൾ ഒരുപാട് ദൂരമൊന്നും നമുക്ക് നടന്നു പോകാനുള്ള സമയം ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് ദൂരം നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചത്രയും ദൂരം നടന്നു വരണ്ട. എന്ന് വെച്ചാൽ ഇതിൽ നടക്കാൻ നല്ല പാടാണല്ലോ. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു സമയം കിട്ടിയില്ല, ഒരു വിഷമമായി. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വിഷമം. അല്ലാണ്ട് മൊത്തത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇത് വേദിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. അത് മാത്രമാണ് അത്രയും സന്തോഷമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതായത് ഇത്രയും നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് ഇത്രയും ട്രാവൽ ചെയ്ത് വന്നത് വേദിയായെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും ഇഷ്ടപ്പെട്ടു, ഞാൻ ഒരുപാട് ആസ്വദിച്ചു. നമ്മൾക്ക് ഇതൊന്നും എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ല, ലൈഫിലൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഓരോ അവസരങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ പമിക്കലിനോട് ടാറ്റ ബൈ പറഞ്ഞ് പോവുകയാണ്. കണ്ടോ, പോകുമ്പോഴും ഇങ്ങനെ മലകൾ കാണാനുണ്ട്. കണ്ടോ, വൈറ്റ് കളറിൽ മല കാണുന്നുണ്ട്. അതൊക്കെ ആ കാൽഷ്യം ഡെപ്പോസിഷൻ്റെ വരുന്ന വഴിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പോലത്തെ ഇങ്ങനെ മഞ്ഞ് പോലെ നിൽക്കുന്ന മലകൾ. അപ്പോൾ നമ്മൾ വിചാരിച്ച മലയുടെ മുകളിലൊക്കെ മഞ്ഞാണ്, അപ്പം അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം ഇതുപോലത്തെ കാൽഷ്യം അടിഞ്ഞിട്ടുള്ള മലകളാണ്. അപ്പോൾ ആ മലകളൊക്കെ ഇങ്ങനെ വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ. നേരത്തെ പോയൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് റോമൻ എംപയറിൻ്റെ സമയത്ത് ഓട്ടോമാൻ നശിപ്പിച്ചിട്ടുണ്ടായിരുന്ന കുറേ പ്രതിമകളുണ്ടായിരുന്നു.
ആ പ്രതിമകൾ പ്രദർശിപ്പിച്ചേക്കുന്ന മ്യൂസിയമാണ് കേട്ടോ. അതിൽ പ്രതിമകൾക്കൊന്നും തലയുണ്ടായിരുന്നില്ല. അപ്പോൾ ഓട്ടോമാൻ അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ടായിരുന്ന കാരണം കൊണ്ട് പ്രതിമകൾക്കൊന്നും തലയുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളവിടെ കുറേ നേരം ഓടിച്ചാടി നടന്നു. ഞങ്ങൾ കുറേ റീൽസും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ അടുത്തത് പോയത് ആ മലകളിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, അവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് തുരങ്കങ്ങൾ പോലെ അല്ലെങ്കിൽ കേവ് ഹൗസസ് പോലെയുണ്ട്. അപ്പോൾ പണ്ട് തൊട്ടേ ഈ ടർക്കിയിൽ ഒരുപാട് ഇങ്ങനെ കേവ് ഹൗസസ് ഒക്കെ ഉള്ളതാണ്. ക്യാപ്പഡോഷ്യയിൽ അതിൽ ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് ഹോട്ടൽ സ്റ്റേസ് വരെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ കണ്ട് നമ്മളൊരു ആംഫി തിയേറ്റർ കണ്ടു. അവിടെയുള്ള തന്നെ ഒരു ആംഫി തിയേറ്ററാണ്. വളരെ വളരെ ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്നൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പൊടി പോലും കിട്ടില്ല, അത്രയ്ക്ക് താഴ്ചയുണ്ട് അവിടെ. ഒരുപാട് താഴ്ചയിൽ ഭയങ്കര ഹൈറ്റിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ഫോട്ടോസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കല്ലിന് തന്നെ, ഒരു കല്ലിന് താഴേക്ക് ഇറങ്ങണമെങ്കിൽ തന്നെ ഭയങ്കര ഭയങ്കര താഴ്ചയാണ് കേട്ടോ. അതുപോലെ എന്തോരം താഴ്ചയിലാണ് അത് നിൽക്കുന്നത് നോക്കൂ. ഇതുപോലത്തെ ഒരുപാട് ആംഫി തിയേറ്റേഴ്സ് അവിടെ ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പം നമ്മൾ അവിടേക്ക് നിന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു, അതെല്ലാം കണ്ട് ആസ്വദിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോയത് അടുത്ത ഒരു തേർമൽ പൂൾ കാണാൻ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പൂളിലേക്കാണ് പോയത്. അത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ അവിടുത്തെ. അതായത് ക്ലിയോപാട്രാസ് ബ്ലൂ അല്ലെങ്കിൽ ആൻറ്റിക് പൂൾ എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. ക്ലിയോപാട്ര അവിടെ വന്ന് കുളിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ അത്രയും പഴക്കമുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. നമ്മുടെ ഗൈഡ് ഒരു ചുള്ളനായിരുന്നേ. പുള്ളി ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ട് കാഴ്ചകൾ ആസ്വദിക്കാനുള്ള സാവകാശം പുള്ളി തരില്ല. പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നമുക്ക് ഇറങ്ങാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് സമയം നമുക്കുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ചൂടായിരുന്നു ആ വെള്ളത്തിന് ഇങ്ങനെ ആവി പറക്കുന്നത് നമുക്ക് കാണാനുണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുണ്ടായിരുന്നു, അയ്യോ നല്ല ചൂടാണ്, അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പണിവാളുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ നല്ല സുഖത്തിലാണ് നീന്തി കുളിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല അതിൻ്റെ ഉള്ളിലും ഇതുപോലെ റോമൻ എംപയറിൻ്റെ സമയത്തുണ്ടായിരുന്ന കുറേ ശില്പങ്ങളും മോണുമെൻറ്റ്സും ഒക്കെ ഇങ്ങനെ ഓട്ടോമാൻ നശിപ്പിച്ചതിൻ്റെ റൂയിൻസൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഗൈഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെയാണ്, അത് ഇത് ഇന്ന സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ വീണ്ടും വന്ന വഴിയിൽ കൂടെ വീണ്ടും 3-3.5 മണിക്കൂർ തിരിച്ച് യാത്ര ചെയ്യുമായിരുന്നു നമ്മുടെ ഹോട്ടലിലേക്ക് എത്താനായിട്ട്. അപ്പം ഇതാണ് ഇന്ന് ഞങ്ങൾ കണ്ട കാഴ്ചകൾ. അപ്പം നിങ്ങൾക്കിതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ഐറ്റിനറി വേണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പോയത്, എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്, എങ്ങനെയൊക്കെയാണ് ആ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിയത്, എങ്ങനെയാണ് ഗൈഡിനെ ചൂസ് ചെയ്തത് എന്നൊക്കെ അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം. നല്ല ഈസി ആയിരുന്നു. നമുക്ക് ഓരോ സ്ഥലത്തും എത്തിപ്പെടാനും ഓരോ സ്ഥലത്തേക്കും സഞ്ചരിക്കാനും ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. മാത്രമല്ല നമ്മൾ കുറച്ച് ഗേൾസ് മാത്രമായിരുന്നു, ഒരു 5 ഗേൾസ് തമ്മിലുള്ള യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തു, പക്ഷെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കയറി തരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.